അണ്ടിൽ നൗ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ ഐഡിയൽ സർക്യൂട്ടുകളിലായിരുന്നു. ഐഡിയൽ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ whenever the diode is in forward bias, it will be act as a closed switch, then there will be no drop across the diode. ഡയോഡിന് ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല when diode closed circuit ആവും. But in practical case we know that whenever the diode is in forward bias, there will be a cut in voltage. അപ്പം സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ ഒരു 0.7 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ടാവും. ജെർമേനിയൻ ഡയോഡ് ആവുമ്പം ഒരു 0.3 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ടാവും. ആ കട്ട് ഇൻ വോൾട്ടേജോടെ നമ്മൾ വേവ് കൺസിഡർ ചെയ്യുമ്പോൾ, ഇൻപുട്ട് വേവ് ഫോം കൺസിഡർ ചെയ്യുമ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പ്രാക്ടിക്കൽ ക്ലിപ്പർ സർക്യൂട്ടിൽ ഡയോഡ് കട്ട് ഇൻ വോൾട്ടേജ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, കട്ട് ഇൻ വോൾട്ടേജ് കൂടി നമ്മൾ അതിനകത്ത് ചെയ്യും. ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് 0.7. സിലിക്കൺ ഡയോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.7 കട്ട് ഇൻ വോൾട്ടേജ് ആയിട്ട് എടുക്കാം. ജെർമേനിയൻ ഡയോഡ് ആണെങ്കിൽ യു ക്യാൻ ടേക്കൺ, ജെർമേനിയാണെങ്കിൽ 0.3 ആയിട്ട് എടുക്കാം. ചിലപ്പോൾ ഒക്കെ പറഞ്ഞുണ്ടാവും സർക്യൂട്ടിൽ യു ഷുഡ് കൺസിഡർ ദ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ടിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ്, ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജോടെ വേവ് ഫോമിൽ കൺസിഡർ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഡയോഡ്, ഐഡിയൽ ഡയോഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പോസിറ്റീവ് സീരീസ് ക്ലിപ്പറാണ് ഞാൻ നോക്കുന്നതെന്ന് വിചാരിക്കുക. പോസിറ്റീവ് സീരീസ് ക്ലിപ്പറിൽ നമ്മുടെ വേവ് ഫോം എന്ന് പറയുന്നത്, പോസിറ്റീവ് ക്ലിപ്പർ ഞാൻ ഷണ്ട് ക്ലിപ്പർ വരയ്ക്കാം. Okay, there is a resistance, and here I am applying input. Let for example I am taken as 10 to 10 peak to peak voltage. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ 0.7 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ്. ഫോർ ഐഡിയൽ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് വേവ് ഫോം വന്നേനെ. ദിസ് ഈസ് മൈ input waveform, plus 10 voltage, 0, minus 10 volt. Okay, this is the input I am given to the circuit, and in the output, let's say that when it is in ideal case, what is my output? Ideal case in positive cycle diode will be act as a closed switch, because in positive cycle it is positive negative, so diode is in forward bias, so it is act as a closed switch. Whenever we take an output across a closed switch or conducting line, the output voltage should be 0, because what is that, the I into R, V is equal to I into R. Here the resistance is 0, so its positive side is clipped off, and in negative side the diode is in a reverse bias. Then what will happen, whatever the input voltage that will be get in the output, എന്താണ് ഇൻപുട്ട് അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ദാറ്റ് വിൽ ബി ദ ഐഡിയൽ കേസ്. ദിസ് ഈസ് ദ ഐഡിയൽ കേസ്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസ് in forward bias also there will be a 0.7 voltage cut in voltage. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 0.7 വോൾട്ടേജ് എത്തിയതിന് ശേഷം മാത്രമേ ഇത് ക്ലോസർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു സർക്യൂട്ട് അവിടെ കാണും, ഇങ്ങനെയൊരു വേവ് ഫോം അവിടെ കാണും. നിങ്ങൾ ഒരു ഡയോഡ് ക്ലിപ്പർ സർക്യൂട്ടായിട്ട് ഇതുപോലെ ഒരു നിങ്ങളുടെ ലാബിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യുവർ ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് ഒരു 0.7 വോൾട്ടേജ് വരെ പോസിറ്റീവ് സൈക്കിളിലും എനിക്ക് കിട്ടും. ഓക്കെ, നെഗറ്റീവ് സൈക്കിളിൽ -10 വോൾട്ടേജ് തന്നെയായിരിക്കും കിട്ടുക. ദിസ് ഈസ് ഫോർ പ്രാക്ടിക്കൽ സർക്യൂട്ട്.
Hope this is clear. This idea is clear to you. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് കൂടി കൺസിഡർ ചെയ്യണം. ഡയോഡ് ആഫ്റ്റർ കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം മാത്രമേ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. നമുക്കറിയാം ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസിൽ നമ്മൾ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എ 0.7 voltage only, cut in voltage only, the diode current will be increases. Okay, so this cut in up to this cut in voltage off state തന്നെയായിരിക്കും ഡയോഡ് നിൽക്കുക. ഓക്കെ ഓക്കെ ഞാൻ ഇത് സംടൈംസ് ദ പ്രോബ്ലം വിൽ ആസ്ക് ഇൻ പ്രാക്ടിക്കൽ കേസ് ഓൾസോ. നിങ്ങൾക്ക് CSIRന് ഇതുപോലൊരു പ്രാക്ടിക്കൽ കേസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. Find the transfer curve of given circuit. ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനെയാണ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുക. This is V in and here I am taken V out. Okay, you have to find the transfer. ഇവിടെ നമ്മൾ വോൾട്ടേജ് ഒന്നും തന്നിട്ടില്ല. എത്രയാണ് ഇൻപുട്ട് വോൾട്ടേജ്, എത്രയാണ് ഡയോഡിൻ്റെ ഡ്രോപ്പ്, എത്രയാണ്, ഇതൊന്നും തന്നിട്ട് പോലുമില്ല. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് 4 ഗ്രാഫുകൾ മാത്രമാണ്, ട്രാൻസ്ഫർ കർവിൻ്റെ ഗ്രാഫ് മാത്രമാണ്. അപ്പം അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ കർവ് ഗ്രാഫ് എന്ന്. അപ്പം ഞാനിതിനകത്ത് ഓപ്ഷൻസ് ഒന്നും റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വരയ്ക്കുന്നില്ല. നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും, ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ വിച്ച് ഓഫ് ദ ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്? ഏത് ഡയോഡായിരിക്കും ഫോർവേഡ് ബയാസിലായിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞ് ഏത് ഡയോഡാണ് ഫോർവേഡ് ബയാസിൽ? ഈ കേസിൽ പോസിറ്റീവ് സൈക്കിളിൽ D1 or D2? D1 will be in forward bias. Okay, D1 in forward bias. So the transfer curve, നമ്മൾ ട്രാൻസ്ഫർ കർവ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിൽ ഞാൻ V ഇനും Y ആക്സിൽ V ഔട്ടും ആണ് വരയ്ക്കുന്നത്. So this is plus V in, this is minus V in, this is plus V out, and this is minus V out. Okay. Okay. So even in forward bias, ഇത് ഐഡിയൽ ഡയോഡ് ആണെന്നൊന്നും തന്നിട്ടില്ല. So you have to consider the cut-in voltage. You have to consider the cut-in voltage of the diode. ഡയോഡിൻ്റെ cut-in വോൾട്ടേജും നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ് ആണ്. D1 ഫോർവേഡ് ബയാസ് ആക്കണമെങ്കിൽ 0.7 വോൾട്ടേജ് വരെ വേണം. അപ്പോൾ 0.7 വോൾട്ടേജ് വരെ എനിക്ക് എന്താണോ ഇൻപുട്ട് അത് ഔട്ട്പുട്ടിൽ കിട്ടും. സോ അപ് ടു കട്ട് ഇൻ വോൾട്ടേജ്. സോ ലെറ്റ് ദിസ് ഈസ് മൈ കട്ട് ഇൻ വോൾട്ടേജ് VC. Up to VC I will get what are the input voltage that will be get in the output. After the cut in voltage, what will happen? Diode act as a closed switch. However, there will be a cut in voltage across the diode. So the output voltage will be look like this. Okay, I just also draw the input
output waveform. Then it will be input output waveform വരച്ചിട്ട് ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ up to 0.7 there will be the output voltage will be 0, 0.7 voltage. What are the input that will be get, consider this is the cut in voltage. Okay, that will happen. And what happened to the negative cycle? In negative cycle we can also having a resistor is connected in series with the diode D2. So in reverse bias, here it is negative, here it is positive, so you don't want to consider the D1 because this is open circuit and the D2 is in closed circuit. However, D2 closed circuit ആണെങ്കിൽ പോലും ഓക്കെ പോയിൻറ്റ്സ് നമുക്കറിയാം D2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. D2 ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലും നമുക്ക് എന്താണ് നമുക്കിതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? പറഞ്ഞേ, എന്ത് സർക്യൂട്ടായിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? റെസിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 0.7 വെച്ചിട്ട് നമുക്ക് കട്ടായി പോയേനെ. Isn't it? ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. എന്തായിരിക്കും കിട്ടാൻ പോവുക? എന്തായിരിക്കും കിട്ടാൻ പോവുക? നമുക്ക് 0.7 വരെ കിട്ടും. അതിന് ശേഷം എന്താ സംഭവിക്കുക? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? ഇവിടെ റെസിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്റ്റിംഗ് ലൈനൊന്നും ഇല്ലായിരുന്നു. സോ കണ്ടക്റ്റിംഗ് ലൈനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? കണ്ടക്റ്റിംഗ് ലൈനൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് കണ്ടക്റ്റിംഗ് ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ആ കട്ടിൻ വോൾട്ടേജ് മാത്രമാണ് നമുക്ക് ഡ്രോപ്പായിട്ട് കിട്ടുകയുള്ളൂ. ദെൻ ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഒരു വി സി അക്രോസ് വി സി കിട്ടും, ഇവിടെ I/R കിട്ടും. സോ it will be linearly varying. VC plus I/R ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് വി ഔട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, ഇവിടെ റെസിസ്റ്റർ ഇല്ലായിരുന്നെങ്കിലോ, ഈ വി ഡോണ്ട് ഹാവ് എ റെസിസ്റ്റർ, വി വിൽ ഗോട്ട് എ സർക്യൂട്ട് ലൈക്ക് ദിസ്. ഓക്കെ, റെസിസ്റ്റർ ഉള്ള കാരണം നമുക്ക് ഇവിടെ ഒരു I/R ഡ്രോപ്പോടെ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളത് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കണമെന്ന്. ഓക്കെ, സിമിലർ ആയിട്ടുള്ള സർക്യൂട്ടുകൾ നമുക്ക് സെനർ ഡയോഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്ലിപ്പർ സർക്യൂട്ടുകൾ സെനർ ഡയോഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹിയർ ഔട്ട്പുട്ട് വേവ് ഫോം ഈസ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സെനർ ഡയോഡ് നമുക്കറിയാം ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണെന്ന് അറിയാം. പോസിറ്റീവ് സൈക്കിളിൽ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിൽ എന്താണോ ഒരു സാധാരണ ഡയോഡ്
അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുക. റിവേഴ്സ് ബയാസിൽ മാത്രമാണ് അതിനകത്തൊരു വ്യത്യാസം വരിക. കാരണം ആഫ്റ്റർ ദി സെനർ വോൾട്ടേജിന് ശേഷം അത് റെഗുലേറ്റ് ചെയ്യും, അതിന് അക്രോസ് ആയിട്ട് സെനർ വോൾട്ടേജ് തന്നെ കാണും. ഓക്കെ, അതായിരുന്നു നമ്മുടെ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത. സോ കൺസിഡർ ഐ ആം അപ്ലൈങ് എ 10 sin omega t പ്ലസ് 10 വോൾട്ടേജും മൈനസ് 10 വോൾട്ടേജും ഉള്ളതാണ്. ആൻഡ് വി സെഡ് ഈസ് ഈക്വൽ ടു 3 വോൾട്ടേജ്. അതിൻ്റെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 3 വോൾട്ടേജും ആണെന്ന് വിചാരിക്കുക. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വേവ് ഫോം? ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. എന്തായിരിക്കും പോസിറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും? ഞാനിതിപ്പോൾ ഐഡിയൽ കേസാണ് പറയുന്നത്. പ്രാക്ടിക്കൽ കേസിൽ ഒരു 0.3 വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയൽ കേസിലാണ് പറയുന്നത്. ഐഡിയൽ കേസാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? പോസിറ്റീവ് സൈക്കിൾ ദ ഡയോഡ് VZ is in forward bias, so I will not get any output from that for positive cycle. 0 to pi and pi to 2 pi the Zener diode is in reverse bias ആയിരിക്കും. സോ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എനിക്ക് 3 വോൾട്ടേജ് വരെ അത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. 3 വോൾട്ടേജ് ആണ് എൻ്റെ സെനർ ബ്രേക്ക് ഡൗൺ. സോ വി നോ ദാറ്റ് ഇൻ സെനർ ഡയോഡ് reverse characteristics, just want to draw the reverse characteristics. So this is VZ minus V minus V. So after the Zener breakdown അപ്പം നമുക്കറിയാം VZ വരെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും, ദാറ്റ് ഈസ് 3 വോൾട്ടേജ്. അപ് ടു 3 വോൾട്ടേജ് വരെ റിവേഴ്സ് ബയാസിലായിരിക്കും, -3 വോൾട്ടേജ് വരെ. സോ ദ ഔട്ട്പുട്ട് വിൽ ബി സെയിം ആസ് ദ ഇൻപുട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. വാട്ട് ഓർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ആഫ്റ്റർ VZ വാട്ട് വിൽ ഹാപ്പൻ? After VZ the output across the Zener diode will be always VZ in reverse bias. That is why it will be act as a regulator circuit. Okay, so the output will be look like this. Okay, അപ്പോൾ റിവേഴ്സ് സൈക്കിളിൽ റിവേഴ്സ് ബയാസ് ആവുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവുമെങ്കിലും 3 വോൾട്ടേജിന് ശേഷം എന്ത് സംഭവിക്കും? അത് ക്ലിപ്പ് ചെയ്യും. കാരണം എന്താ? 3 വോൾട്ടേജിന് ശേഷം പിന്നെയും അക്രോസ് ആയിട്ട് 3 വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരിയേഷൻ കിട്ടില്ല. കാരണം എന്താണ്? അത് ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എത്തി. സോ ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെനർ ഡയോഡിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എപ്പോഴും നിങ്ങൾ വിചാരിക്കുക സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിന് ശേഷം നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് എല്ലായ്പ്പോഴും സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് സെനർ ഡയോഡ് ബൈ സെല്ല് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ, നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയോ? ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഹലോ, ലക്ഷ്മി, ഐറിൻ, കീർത്തന, ഹരികൃഷ്ണൻ, ഫീന, റയാസ്, ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ദിവ്യ, നിങ്ങൾക്ക് ക്ലിയർ ആണോ ഈ ഐഡിയ? എങ്ങനെയാണ് സെനർ ഡയോഡ് വെച്ചിട്ട് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ ഐഡിയലായിട്ട് ഇരിക്കരുത്. നിങ്ങളിത് ഇതിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാതിരിക്കരുത്. ഓക്കെ,
സോ നമ്മൾ സെനർ ഡയോഡ് വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് കോമ്പിനേഷൻ ക്ലിപ്പർ, ബയാസ്ഡ് ക്ലിപ്പറിൻ്റെ സെയിം എഫക്റ്റ് സെനർ ഡയോഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡബിൾ സൈഡ് ക്ലിപ്പർ, consider two Zener diodes are placed like this. Consider this is D1, diode D1, and this is diode D2, and here this diode having a VZ 3 voltage, and here the diode having a VZ of 5 voltage, and I am applying a 10 voltage peak to peak signal as input. And what will be the output waveform? What will be the output waveform? നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എന്തായിരിക്കും ഔട്ട്പുട്ട് വേവ്ഫോം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വരച്ച് നോക്കി. എന്തായിരിക്കും? What happened to the positive cycle? We can take these diodes. Diodes are ideal diodes. Ideal diodes ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. In positive cycle, diode D1 is in forward bias and D2 is in reverse bias, isn't it? So D1 is forward bias means D1 is act as a closed switch, and D2 is reverse bias means D2 is act as a open switch. Open switch ആവും എത്ര വോൾട്ടേജ് വരെ? 5 വോൾട്ടേജ് വരെ ഓപ്പൺ സ്വിച്ച് ആവും. ദാറ്റ് മീൻസ് ഐ വിൽ ഗോട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് until up to 5 voltage. So consider this is plus 5 voltage up to this one, and after that what will happen? This Zener diode will goes to breakdown region, so you will get a regulated voltage across the Zener diode like this. Okay, so what happened to the negative cycle? Negative cycle, here it is negative, here it is positive. So the diode D2 is in forward bias, D1 is in reverse bias. So D2 act as a closed switch, D1 act as an open switch, and open switch until 3 voltage. So it will be like this. It will be like this. What happened to the transfer curve? So the transfer curve will be look like this. -3 voltage. So we can simply make a combination clipper using this Zener diode. Okay, hope this things clear to you. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എൻ്റെ ഐഡിയ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ ഐഡിയ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. രാവിലെ ആയതുകൊണ്ടാണോ? രാവിലെ എല്ലാവരും ഉറക്കപ്പിച്ചിലാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറയുന്നത്? ഹലോ, നിങ്ങളാരും ഇല്ലേ? ഓൺലൈനിലില്ലേ? ഹലോ,
ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണ്, അതേ ഓൺ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങുവാണോ? ഓക്കെ, നിങ്ങൾ റെസ്പോൺസീവായിട്ടിരിക്കുക കേട്ടോ കുറച്ചുകൂടി. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ നെറ്റിന് ചോദിച്ചൊരു പ്രോബ്ലം ചോദിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പഠിപ്പിച്ച എല്ലാ കൺസെപ്റ്റും മനസ്സിലായെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമായിരുന്നു ഇത്. ഇറ്റ് ഈസ് ഇൻ 2018 or something. ഓക്കെ, find the output waveform. Okay. Let the cut-in voltage Vc is equal to 0.7 voltage and Vz is 2 voltage. Okay, you have to answer this question. നിങ്ങൾ അതിൻ്റെ വേവ് ഫോം സെലക്ട് ചെയ്യണം. How do we select this? എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ചെയ്യാം. പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക, നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയാൽ മതി. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദി പോസിറ്റീവ് സൈക്കിൾ? In positive cycle, the diode D1 is in a reverse bias and D2 is in forward bias, isn't it? Positive cycle D1 in reverse bias and D2 is in forward bias. So what will be the output waveform? And you have to also consider a 0.7 voltage drop. That will be the output waveform. ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വേവ് ഫോം വരിക. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെ വരും. This is my cycle and this is +6 -6. Okay, so ഇങ്ങനെ വരും വേവ് ഫോം. നിങ്ങൾ തന്നെ എൻ്റെ കൂടെ വരച്ചോളൂ കേട്ടോ. നിങ്ങളെല്ലാ ആസ്പെക്ട്സും നോക്കണം. ഡയോഡ് D1 റിവേഴ്സ് ബയാസ് ആണ്, D2 ഫോർവേഡ് ബയാസ് ആണ്. D2 ഫോർവേഡ് ബയാസ് ആണെങ്കിൽ D2 കണ്ടക്ട് ചെയ്യും ആഫ്റ്റർ 0.7 വോൾട്ടേജ് ഉള്ളി. ആഫ്റ്റർ 0.7 വോൾട്ടേജിന് ശേഷം മാത്രമാണ് D2 കണ്ടക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ this is my 0.7 voltage, 0.7 voltage. Okay,
0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ എനിക്ക് കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. കാരണം 0.7 വോൾട്ടേജ് D2 ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് വേണം. ഓക്കെ, സോ ലൈറ്റ് up to D2 up to 0.7 voltage the output voltage will be 0. കാരണം എന്താണ്, D2 ഫോർവേഡ് ബയാസ് ആവാൻ വേണ്ടിയിട്ട് എനിക്കൊരു 0.7 വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ 0.7 വോൾട്ടേജ് ആയതിനു ശേഷം മാത്രമാണ് D2 ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, then what will happen after 0.7 voltage? What will happen if we again increase the input voltage? What will happen at the output? ഔട്ട്പുട്ട് എന്ത് കിട്ടും, എന്താണ് ഇൻപുട്ട് അത് തന്നെ കിട്ടും. കാരണം എന്താണ്, ഡയോഡ് D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഓപ്പൺ സ്വിച്ച് ആണ്, എന്താണോ ഔട്ട്പുട്ട് വോൾട്ടേജ് അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. സോ എവിടം വരെ കിട്ടും നമുക്ക്, സോ യു വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വേവ് ഫോം ലൈക്ക് ദിസ്. എവിടം വരെ കിട്ടും നമുക്ക്, consider this is 2.7 voltage. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് 2 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻപുട്ട് 2 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റീവ്ലി D1 അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്, 1.3 വോൾട്ടേജ് കിട്ടുകയുള്ളൂ. കാരണം എന്താ, 0.7 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്, ഇവിടെ ഫോർവേഡ് ബയാസ് ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഓൺലി 1.3 വോൾട്ടേജ് കിട്ടുകയുള്ളൂ. അപ്പം എനിക്കിവിടെ 2.7 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ ഇവിടെ 2 വോൾട്ടേജും ഇവിടെ 0.7 വോൾട്ടേജും ഡ്രോപ്പായി. ഓക്കെ, അപ്പോൾ 2.7 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ, ഇവിടെ 2.7 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ ഐ വിൽ ഗെറ്റ് 2 വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ 2 വോൾട്ടേജ് കിട്ടും. ഓക്കെ, 2 വോൾട്ടേജ്, ലൈക്ക് ദിസ് ഈസ് 2 വോൾട്ട്. Then what will happen after 2.7 voltage? What will happen? ഡയോഡ് D1 എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എത്തി. അപ്പോൾ എന്ത് കിട്ടും, ഇതിനെ ക്രോസ് ആയിട്ട് 2 വോൾട്ടേജ് തന്നെ കിട്ടുകയുള്ളൂ. സോ ദ 2 വോൾട്ടേജ് ഈസ് സാച്ചുറേറ്റ്. Then it will be like this. It will be like this. Okay, hope this is clear. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് എന്താണ്. Okay, what happened to the negative cycle? This is happening in the positive cycle. In negative cycle, the diode D1 is in forward bias and D2 is in reverse bias. Whenever this series diode is in reverse bias, there will be no current flow. That means the output and input, there will be no connection between input and output, so the output will be 0. Okay, so in negative cycle, D1 is forward bias and D2 is in reverse bias. D2 reverse bias means no connection between input and output. Okay, so the output will be 0 voltage. Okay, hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദ VI characteristics? So let my VI characteristics is like this. When it is 0.7 voltage, input voltage is 0.7 voltage, output is 0, output is 0 to 0.7 voltage. When it is increased to 2.7 voltage, it will be like this. At that time, the output voltage is 2 voltage. Then again we increase the input voltage, it will be saturated like this. So the waveform will be, transfer curve will be look like this. Okay, clear ആയോ നിങ്ങൾക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? നെറ്റിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്.
ഐഡിയ ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഓക്കെ, ഫൈൻ. സോ ഇതുപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് 1 by 1 ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതിനകത്ത് കാണിക്കേണ്ട ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആണ്. എങ്ങനെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക, ഏതൊക്കെ ഡയോഡാണ് ഫോർവേഡ് ബയാസ്, ഏതൊക്കെ ഡയോഡാണ് റിവേഴ്സ് ബയാസ് എന്ന് നോക്കുക, ഫോർവേഡ് ബയാസിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് whenever the diode is in forward bias and it is in series connection, then whatever the input voltage that will be getting the output voltage. പ്രൊവൈഡർ കട്ട് ഇൻ വോൾട്ടേജോടെ കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ഐഡിയൽ കേസിൽ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. സീരീസിൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാകുള്ളൂ. ബട്ട് ഇൻ പാരലൽ കേസ്, when the diode is in parallel case, whenever the diode is in forward bias, the output will be 0, because the output എന്ന് പറഞ്ഞാൽ that is a conducting line ആയിട്ടാണ് ആക്ട് ചെയ്യുക. Whenever the diode is in reverse bias, whatever the input, that will be getting the output. Okay, so നിങ്ങളതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ആ കാര്യം നിങ്ങൾ ഇതുപോലത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ഇതുപോലത്തെ തന്നെ ഒരു സർക്യൂട്ടാണ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്ന സർക്യൂട്ട്. നമ്മൾ ഇത്രയും നേരം ക്ലിപ്പർ സർക്യൂട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ടൊന്നുമല്ല. നമ്മൾ വേവിൻ്റെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേവ് ഷിഫ്റ്റിംഗ് സർക്യൂട്ട് മാത്രമാണ്. ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേവിൻ്റെ ഷേപ്പിന് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഒരു ഡി സി വോൾട്ടേജ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഇൻപുട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓഫ്സെറ്റ് വോൾട്ടേജ് 0 വോൾട്ടേജ് ആയിരിക്കും. ദെൻ പീക്ക് വോൾട്ടേജ് പോസിറ്റീവിലും പീക്ക് വോൾട്ടേജ് നെഗറ്റീവിലും കാണും. ഇനി എൻ്റെ ക്ലാമ്പർ സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ റെഫറൻസ് ലെവൽ 0 വോൾട്ടേജ് എന്ന് പറയുന്നത് ഒന്ന് ക്ലാമ്പ് ആവും. ഐദർ ഇറ്റ് ഈസ് ക്ലാംപ്ഡ് ഇൻ ടു പോസിറ്റീവ് സൈഡ് ഓർ ഇറ്റ് ഈസ് ഇൻ നെഗറ്റീവ് സൈഡ്. അതായത് അതിൻ്റെ ആ റെഫറൻസ് വോൾട്ടേജിന് ഒന്ന് ക്ലാമ്പ് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. അതായത് ഒരു ഡി സി വോൾട്ടേജ് ആഡ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ്. പ്ലസ് ഇൻപുട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലാമ്പർ സർക്യൂട്ട്. അപ്പോൾ ഒരു ക്ലാമ്പർ സർക്യൂട്ടിൽ വേണ്ടത് കപ്പാസിറ്റർ പ്ലസ് ഡയോഡ് സർക്യൂട്ടാണ്. ക്ലിപ്പർ സർക്യൂട്ടിൽ നമുക്ക് റെസിസ്റ്റർ പ്ലസ് ഡയോഡ് സർക്യൂട്ടായിരുന്നു, കപ്പാസിറ്റർ ഒന്നുമില്ലായിരുന്നു. ക്ലാമ്പർ സർക്യൂട്ടിൽ വേണ്ടത് നമുക്ക് ഒരു കപ്പാസിറ്റർ പ്ലസ് ഡയോഡ് സർക്യൂട്ടാണ്. ഓക്കെ, സോ ഞാനൊരു നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ വി ക്യാൻ ഡ്രോ എ നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. കപ്പാസിറ്റർ കൊടുത്തു, ലൈക്ക് നമ്മൾ ഡയോഡ് റെസിസ്റ്റർ കൊടുത്ത പോലെ കപ്പാസിറ്റർ കൊടുത്തു. സോ ദെൻ ഡയോഡ്, സോ ദിസ് കപ്പാസിറ്റർ സി ആൻഡ് ഡയോഡ് ഡി. Is the output. Okay, so നിങ്ങൾ ഇപ്പം ഞാനൊരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് സൈനസോയിഡൽ വേവ് ഏത് വേവ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സ്ക്വയർ വേവ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. ഡി സി ലെവൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ സ്ക്വയർ വേവ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, അത് കാരണമാണ് കൊടുക്കുന്നത്. സിമിലർ ഇത് നമുക്ക് സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും. ലെറ്റ് ദിസ് ഈസ് പ്ലസ് വി എം ആൻഡ് ലെറ്റ് ദിസ് ഈസ് മൈനസ് വി എം and this is 0 voltage. This is the input waveform. Input I am applied across this circuit and the output is taken across the diode. Okay, diode across ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. Okay, so in positive cycle എന്ത് സംഭവിക്കും? പോസിറ്റീവ് സൈക്കിളിൽ ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ്
D is in forward bias. In forward bias. So forward bias ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. ഫോർവേഡ് ബയാസ് ആണെങ്കിൽ there will be a current flow. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. So the capacitor will be charged. Capacitor will be charged up to Vm. Maximum value ആയ capacitor C will charge up to Vm. Vm വരെ ചാർജ് ചെയ്യും. ഇൻ പോസിറ്റീവ് സൈക്കിളിൽ കപ്പാസിറ്റർ സി ചാർജ് ചെയ്യും Vm വരെ. സോ ദ ഔട്ട്പുട്ട് അക്രോസ് ദ കപ്പാസിറ്റർ വിൽ ബി at that time capacitor will be Vm. In positive cycle C voltage across, so voltage across C is Vm. Okay, up to Vm വരെ ചാർജ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇത് സീറോ വോൾട്ടേജ് ആയിരിക്കും. എന്തുകൊണ്ടാണ് സീറോ വോൾട്ടേജ് ആയിരിക്കുന്നത്? ഇനീഷ്യലി അത് സീറോ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സൈക്കിൾ ചാർജ് ചെയ്ത് ഡയോഡ്, കാരണം എന്താണ് ഈ ഡയോഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. Vm വരെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇനി എന്താണ് നെഗറ്റീവ് സൈക്കിളിൽ സംഭവിക്കുക? ഇൻ നെഗറ്റീവ് സൈക്കിൾ D is in റിവേഴ്സ് ബയാസ്. അപ്പോൾ ആഫ്റ്റർ പോസിറ്റീവ് സൈക്കിളിന് ശേഷം നമുക്ക് എങ്ങനെ ഈ സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? ഐ ക്യാൻ റീപ്ലേസ് ദ സർക്യൂട്ട് ബൈ എ Vm വോൾട്ടേജ്. ഇങ്ങനെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വോൾട്ടേജാണ്. ദെൻ വി ക്യാൻ ഹാവ് കപ്പാസിറ്ററിനെ ഞാൻ ഒരു ബാറ്ററി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തെന്നേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. Then I am applying minus Vm sin omega t. Plus Vm sin omega t യിലെ കപ്പാസിറ്റർ Vm വരെ പ്ലസ് Vm വരെ ചാർജ് ചെയ്തിരിക്കുകയാണ്. Then I am applying this Vm, this minus Vm sin omega t. Then what will happen to the output? So in this negative cycle, here it is negative, here it is positive. The input is like this. So what will happen? The diode is in a reverse bias due to this one. So whenever the diode is in a reverse bias, what will happen? This will be act as a open circuit. Then what is the output? Total output will be here ആഡ് ചെയ്യുന്ന ഇത് തന്നെയാണ് വരുന്നത്. കാരണം എന്താണ്? ഈ ബാറ്ററിയിൽ മൈനസ് Vm ഉണ്ട്. ദെൻ നെഗറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവിനോട് ആഡ് ചെയ്യുന്നതാണ്. സോ മൈനസ് Vm പ്ലസ് മൈനസ് Vm സൈൻ ഒമേഗ ടി ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത്. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് 2Vm സൈൻ ഒമേഗ ടി. സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ മൈനസ് 2Vm സൈൻ ഒമേഗ ടി എന്നായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സൈനസോയിഡൽ സിഗ്നൽ അല്ല ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി മൈനസ്. ഓക്കെ, DC സിഗ്നൽ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇൻ ആഫ്റ്റർ പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ, it will be circuit will be look like this. So output will be minus 2Vm. So what is the output waveform? The output waveform node varikam input output ഒരുപോലെ തന്നെ വരയ്ക്കാം. So this is my input. Minus Vm. So 0 to, like this is pi, this is 2 pi, 0 voltage, and pi to 2 pi minus Vm minus Vm. So it will be like this.
ഇതിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് മൈനസ് വി എം. ഇതിനകത്ത് ഔട്ട് വേവ് ഫോമിനൊരു ഷിഫ്റ്റ് വന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേവ് ഫോമിൻ്റെ ഷേപ്പിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്ക്വയർ വേവ്. ആക്ച്വലി ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്ക്വയർ വേവ്, ബട്ട് എ മൈനസ് വി എൻ ലെവൽ ഈസ് ഷിഫ്റ്റഡ് ആഡഡ് ടു ദി സർക്യൂട്ട്. ഇത് തന്നെ ഞാനൊരു സൈനസോയിഡ് സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് സൈക്കിളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് സൈക്കിളിൽ അപ് ടു വി എം വരെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, for negative cycle what will happen? So this is Vm minus Vm. So this is minus Vm, this is 0. So it will be like this. So minus Vm വരെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ it will be like this. So it will be like this. So minus 2V. The output waveform will be look like this. Okay. So just ഒരു ഡി സി വോൾട്ടേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ മാത്രം കപ്പാസിറ്റർ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഇങ്ങനെ ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഡയോഡ് തിരിച്ച് വെച്ചിരുന്നെങ്കിലോ ഡയോഡ് നമുക്ക് തിരിച്ചായിരിക്കും ചാർജ് ചെയ്യുക. ഓക്കെ, മൈനസ് വി എത്തിന് പകരം പ്ലസ് വി എം ആയിരിക്കും ചാർജ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് വേവ് ഫോം ഇതിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഒരു ലെവൽ വരെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ വി എം മാക്സിമം വോൾട്ടേജ് വി എം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് സം വോൾട്ടേജ് എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററും ഡയോഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു വി എം ലെവൽ ഐദർ ഡയോഡിൻ്റെ പൊസിഷൻ വെച്ചിട്ട് വി എം പ്ലസ് വി എം ലെവലോ മൈനസ് വി എം ലെവലോ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ ലെവൽ വരെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ നമ്മൾ ബയാസ്ഡ് ക്ലാമ്പർ സർക്യൂട്ടുകൾ ഉപയോഗിക്കും. So in biased clamper circuit നമ്മൾ ഡെലിബറേറ്റ്ലി ഒരു ഡയോഡ് നമ്മൾ പോസിറ്റീവ് ബയാസോ നെഗറ്റീവ് ബയാസോ ആക്കി വയ്ക്കും. ഞാൻ അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ so this is a diode and here I am applying റെഫറൻസ് വോൾട്ടേജ്. കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ലെറ്റ് ഐ ആം അപ്ലൈങ് 10 sin omega t. ഓക്കെ, സോ പ്ലസ് 10 വോൾട്ടേജ് മൈനസ് 10 വോൾട്ടേജുമാണ് കൊടുക്കുന്നത്. സോ ഇവിടെ പക്ഷേ ഡയോഡ് ഡെലിബറേറ്റ്ലി 2 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 വോൾട്ടേജിന് ശേഷം മാത്രമേ ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ വിൽ ബി ചാർജ്ഡ്. കപ്പാസിറ്റർ ഫോർവേഡ് ബയാസിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ് ടു 8 വോൾട്ടേജ് വരെയാണ് കപ്പാസിറ്റർ പ്ലസ് 8 വോൾട്ടേജാണ് ചാർജ് ചെയ്യുള്ളൂ. 10 മൈനസ് 2 വോൾട്ടേജ് 2 വോൾട്ടേജ് ഓൾറെഡി വെച്ചിട്ട് ഡയോഡ് റിവേഴ്സ് ബയാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലസ് 8 വോൾട്ടേജ് മാത്രമാണ് ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? റിവേഴ്സ് ബയാസിൽ so in reverse bias the output waveform so the capacitor will be initially charged up to 8 voltage. So the output voltage will be minus 8 plus 10 sin omega t. Okay, so initially
consider this is the 0 reference voltage. Initially it is minus 8 voltage. When it is 0 voltage, input voltage is 0 voltage, is minus 8 voltage. Then according to this input increase, it will be like this, and in peak voltage it will be like this, and in minus level it will be like this. So in minus level the peak voltage will be minus 18 voltage. It will be looking like this. Okay. So the waveformന്റെ ഷേപ്പിന് ഈ സർക്യൂട്ട് നോക്കിക്കഴിയുമ്പോൾ ഇതിന് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓൺലി ഒരു ഡി സി ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എത്ര ലെവൽ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പം നമ്മൾ ഇവിടെ ബയാസിങ് റെഫറൻസ് വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അപ് ടു VM ലെവലായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബയാസിങ് കൊടുത്ത് ഈ ഡയോഡ് ഡെലിബറേറ്റ്ലി റിവേഴ്സ് ബയാസാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു അതോടെ കഴിഞ്ഞതിന് ശേഷം അതിന് ഫോർവേഡ് ബയാസ് ആക്കാനുള്ള വോൾട്ടേജ് അതിൽ നിന്ന് ഡിക്രീസ് ചെയ്തതിന് ശേഷം മാത്രമാണ്, കുറച്ചതിന് ശേഷം മാത്രമാണ് അത് ചാർജ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര ലെവൽ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ ബാറ്ററി വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് 5 വോൾട്ടേജ് ആണ് മാത്രമാണ് നെഗറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ടേജ് വെച്ചാൽ മതിയാവും. ഓക്കെ, ലൈക്ക് ദാറ്റ് വി ക്യാൻ ഷിഫ്റ്റ് or add the DC voltage whatever we require by using the clamper circuit. Okay, ഞാൻ ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇടാം. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ക്ലിയർ ആയി ക്ലാമ്പർ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അത് ഫസ്റ്റ് സൈക്കിളിൽ ചാർജ് ചെയ്ത് നമ്മൾ ഈ വേവ് ഫോം വരയ്ക്കുമ്പോൾ ഇത് ഫസ്റ്റ് സൈക്കിളിലെ വേവ് ഫോം അല്ല നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനീഷ്യലി അതൊരു സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റേബിൾ ആയതിന് ശേഷമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സൈക്കിൾ അത് നല്ലൊരു ഡൗട്ടാണ് ചോദിച്ചത്. ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല കിട്ടുന്നത്, പക്ഷേ ഫസ്റ്റ് സൈക്കിൾ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു. സെക്കൻഡ് സൈക്കിളിൽ സെക്കൻഡ് ഇൻപുട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? കാരണം അതിനുശേഷമാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി അത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യാനുള്ള വോൾട്ടേജ് ലെവൽ അത് നമ്മൾ എടുക്കുന്നില്ല, ആ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏത് വേവ് ഫോം ആണെങ്കിലും നമ്മളത് കൺസിഡർ ചെയ്യില്ല. ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇടാം, നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക.